അപ്പോൾ ഇക്വലൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എഴുതിക്കോളാം നോട്ടായിട്ട് കുറിച്ചോളൂ ഇക്വലൻസ് റിലേഷൻ ഈക്വലൻസ് റിലേഷൻ ഒന്ന് കുറിച്ചോളൂ കഴിഞ്ഞ പറഞ്ഞതേ ഉള്ളൂ ഇക്വലൻസ് എന്ന് പറയുമ്പോൾ ആ റിലേഷൻ റിഫ്ലക്സീവ് ആവണം സിമെട്രിക് ആവണം ട്രാൻസിറ്റീവ് ആവണം അപ്പോൾ നമുക്ക് പറയാം എഴുതിക്കോളൂ എ റിലേഷൻ ക്യാപിറ്റൽ R on a set capital A is said to be an equivalence relation if R is a reflexive ordered by A, belongs to capital R. For every A belongs to capital and symmetric in ordered by A, B belongs to capital R, which implies ordered by B, A belongs to capital R. Transitive ordered by A, B belongs to capital R and ordered by B, C belongs to capital R, which implies ordered by A, C belongs to capital R. ഇത് മൂന്നും ഹോൾഡ് ചെയ്താൽ അത് ഇക്വലൻസ് ആണെന്ന് പറയാം. ഇതിൻ്റെ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ട്രയാങ്കിൾ എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഒരു ട്രയാങ്കിൾ എടുക്കും. ഒരു ട്രയാങ്കിളിനെ കുറിച്ച് പറയുമ്പോൾ ആ ട്രയാങ്കിൾ കോൺക്രുവൻ്റ് ആയിരുന്നാലും സിമിലർ ആയിരുന്നു സമസമതയും അതുപോലെ സദൃശ്യം. അപ്പം സിമിലർ അതുപോലെ കോൺക്രുവൻ്റ് ആയിരുന്നാലും സിമിലർ ആയിരുന്നാലും ഒരു ട്രയാങ്കിൾ ആ ട്രയാങ്കിളിനോട് തന്നെ സിമിലറുമാണ് കോൺക്രുവൻ്റുമാണ്. അപ്പോൾ അത് നോട്ടായിട്ട് കുറിച്ചോണം. എവറി ട്രയാങ്കിൾ ഈസ് similar to itself. രണ്ടാമത്തെ പോയിന്റ് എവറി ട്രയാങ്കിൾ ഈസ് congruent to itself. അടുത്തൊരു പോയിന്റ് ഏതൊരു ലൈനും ആ ലൈനിന് പാരലൽ കേസ് ഏതൊരു ലൈനും ആ ലൈനിന് പാരലാണ്. ഒരു ലൈൻ ആ ലൈന് തന്നെ പാരലാണ്. അസമയം ഒരു ലൈൻ ആ ലൈനിന് പെർപെൻഡിക്കുലർ അല്ല. എവറി ലൈൻ ഈസ് പാരലൽ ടു ഇറ്റ്സെൽഫ്. അടുത്ത മൂന്നാമത്തെ പോയിന്റ് എവറി ലൈൻ ഈസ് പാരലൽ ടു ഇറ്റ്സെൽഫ്. Every line is parallel to itself. അടുത്ത no line is perpendicular to itself. ഒരു ലൈൻ ഒന്നല്ല അതിന് perpendicular അല്ല. No line is perpendicular to itself. പ്രോബ്ലം കുറിച്ചോളൂ. പ്രോബ്ലം ഫസ്റ്റ് പ്രോബ്ലം കുറിച്ചോളൂ. Consider the relation parallel single inverter to on a set capital L of straight lines in a plane. So check whether it is an equivalence relation. Check whether it is an equivalence relation. Full stop. Let the capital L be the set of all straight lines. Let the capital L be the set of all straight lines in a plane. And the capital R be the relation defined on the set. Let the capital R be the relation defined on the set as parallel to. ഈ ചോദ്യത്തിൽ നീട്ടി പറയുന്നേ ഉള്ളൂ. ഈ റിലേഷൻ എങ്ങനെയാണ് നമുക്ക് എഴുതാം. അപ്പോൾ സംഗതി അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു പ്ലെയിനിലെ സ്ട്രെയിറ്റ് ലൈൻസുകളുടെ സെറ്റിനെ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ
ഇനി ക്യാപിറ്റൽ ആർ എന്നൊരു ലെറ്റർ ഉണ്ട്, അത് റിലേഷനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ റിലേഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഇവിടെ റിലേഷൻ വ്യക്തമായി തന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കാം. റിലേഷൻ എങ്ങനെ എന്ത് ചെയ്യും? റിലേഷൻ സെറ്റ് ordered by L1, L2 such that L1 is parallel to L2. ഇതാണ് റിലേഷൻ. L1 L2 ഇവിടെ മെമ്പർ ആണ് എന്ന് പറഞ്ഞാൽ ആ മെമ്പർ ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധം റിലേഷൻ എന്ന് പറയുന്നത് L1 is parallel to L2. L1 is parallel to L2. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇത് ഈ ചോദ്യം നിന്ന് ഒന്നുകൂടി എഴുതുന്നു. Consider the relation. Consider the relation. Consider the relation. Capital R is equal to set ordered pair L1, L2 such that L1 is parallel to L2. ഒരു കോമ കൊടുത്തിട്ട് capital L denote the set of all lines in a plane. Capital L denotes be the set of all lines in a plane. In a plane, full stop. Check whether reflexive or equivalence relation. Check whether reflexive relation. Sorry, equivalence relation. Equivalence ആണെങ്കിൽ റിഫ്ലെക്സീവ് ആവണം, സിമെട്രിക് ആവണം, ട്രാൻസിറ്റീവ് ആവണം. അങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം L1 L2 ഇവിടെ മെമ്പർ ആണെന്ന് പറയുമ്പോൾ L1 is parallel to L2 ആവും. അപ്പോൾ റിഫ്ലെക്സിവിറ്റി റിഫ്ലെക്സീവ് ആണോ എന്ന് വെച്ചാൽ നമുക്ക് ഓർഡേർഡ് പെയർ L1, L1 ഇതിന്റെ മെമ്പർ ആണോ എന്ന് നോക്കാം. ചുമ്മാ ഞാൻ പറഞ്ഞിട്ടുണ്ട്. L1, L1 belongs to capital R എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം L1 is parallel to L1. ഏതൊരു ലൈനും ആ ലൈനിന് പാരലൽ ആണ്. അപ്പോൾ സെറ്റ് ഓഫ് ലൈൻസ് എന്ന് പറയുമ്പോൾ L1, L2, L3 എക്സെട്ര അങ്ങനെ പോവുകയാണ്. അത് ഏത് ലൈൻ എടുത്താലും ആ ലൈൻ പാരലൽ ആണ്. അപ്പോൾ L1 റിലേറ്റ് ചെയ്യുന്നു, L2 റിലേറ്റ് ചെയ്യുന്നു, L3 റിലേറ്റ് ചെയ്യുന്നു, L4 റിലേറ്റ് ചെയ്യുന്നു, L5 റിലേറ്റ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ ഓർഡേർഡ് പേരുകളും ഈ കണക്ഷൻ വരും, ഈ റിലേഷൻ വരും. പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? അതാണ് അവിടെ ഒറ്റ സെന്റൻസിൽ പറഞ്ഞത് എവരി ലൈൻ ഈസ് പാരലൽ ടു ഇറ്റ്സെൽഫ്. ഏതൊരു ലൈനും ആ ലൈന് പാരലാണ് എന്ന് പറഞ്ഞാൽ ഈ L എന്ന് പറയുന്ന കളക്ഷനാണ്. ഈ L മീൻസ് എന്താണ്? ആ പ്ലെയിനുള്ള ലൈനുകളുടെ കളക്ഷനാണ്, സെറ്റാണ്. അപ്പോൾ ആ L വരുന്നതാണ് L1, L2, L3, L4 എല്ലാം. ആ L1 കണക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, L2 റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, L3 റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, L4 റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, എക്സെട്ര. അതെല്ലാം അതിൽ വരുന്ന നമ്പേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഓർഡേർഡ് പെയർ L1, L1 belongs to capital. ഇത് ഉള്ളതുകൊണ്ട് നമുക്ക് പറയാം അതിന്റെ റീസൺ ഇത്രയേ ഉള്ളൂ. Every line is parallel to itself. Every line is parallel to itself. അതുകൊണ്ട് നമുക്ക് പറയാം R is reflexive. R എന്താണ്? reflexive. R is reflexive. ആണ്. ക്ലിയർ ആയല്ലോ? റിഫ്ലെക്സിവിറ്റി ഓക്കെ. ഒന്നാമത്തെ കേസ് ഓക്കെ. രണ്ടാമത്തെ കേസ് ഇത് റീസൺ മനസ്സിലായല്ലോ? രണ്ടാമത്തെ കേസ് ഓർഡേർഡ് പെയർ L1, L2 belongs to capital. ഇത് ഇതിലെ മെമ്പറാണ്. അപ്പോൾ ഇത് ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകണം. L1, L2 ഇതിലെ മെമ്പർ ആണെന്ന് നമ്മൾ സംസാരിക്കാം. അപ്പോൾ L1, L2 അതിലെ മെമ്പർ എന്ന് പറഞ്ഞാൽ L1 is parallel to L2 ആണ്. L2 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഉണ്ട് എന്ന് നമ്മൾ തറപ്പിച്ച് പറഞ്ഞാൽ എന്തും വേണം, തിരിച്ച് L2 എന്താവണം? L1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. L1, ordered by L1, L2 belongs to capital എന്ന് പറഞ്ഞാൽ which implies L1 is parallel to L2. ഇതാണ് L1, ഇത് L2. L1 L2 ന് പാരലൽ ആണ്. തിരിച്ചു പറയില്ല, L2 ന് പാരലൽ ആണ് L1. അപ്പോൾ which implies L2 is parallel to L1. L1 is parallel to L2 എന്ന് പറയുമ്പോൾ L1, L2 belongs to capital. ഇനി L2 is parallel to L1 എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം L2 ordered by L2, L1 belongs to capital. അപ്പോൾ AB ഉണ്ട്, അങ്ങനെയാണെങ്കിൽ BA വേണം. AB ഉണ്ട്, ഓക്കെ, BA ഉണ്ടല്ലോ. ഇത് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഇത് ഉണ്ടെങ്കിൽ ഇതും ഉണ്ടാവും. പക്ഷെ മറ്റതങ്ങനെയല്ല, ഇത് ഓരോന്നും ഉണ്ടാവും. അത് ഓരോന്നും ഉണ്ട്, കാര്യം എവരി ലൈൻ ഈസ് പാരലൽ ടു ഇറ്റ്സെൽഫ് ആണ്. അപ്പോൾ L1 വരും, L2 വരും, L3 വരും, L4 എല്ലാം വരും.
L1 L2 ഇതിലെ മെമ്പർ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ L1 L2 അതിലെ മെമ്പർ ആണെങ്കിൽ L2 L1 മെമ്പർ ആവണം. ചെക്ക് ചെയ്തില്ലെങ്കിൽ ചെക്ക് ചെയ്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ ചെക്ക് ചെയ്താൽ L1 L2 അതിൽ ഉണ്ടെങ്കിൽ തിരിച്ചും എന്തുണ്ടാവണം? L2 L1 ഉണ്ടാവണം. അപ്പോൾ L1 L2 ഇതിനകത്തുണ്ട്, അങ്ങനെയാണെങ്കിൽ തിരിച്ച് L2 L1 ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് പറയാം R is symmetric. R is symmetric. കുറിച്ചോ R is symmetric. R is symmetric. R is symmetric. അപ്പോൾ റിഫ്ലെക്സീവായി സിമെട്രിക് ആയി. ഇനി ട്രാൻസിറ്റീവിനെ കുറിച്ച് ചിന്തിക്കാം. ട്രാൻസിറ്റീവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ എടുക്കുകയാണ്. എയും ബിയും ബിയും സിയും എടുക്കുന്നു. എയും ബിയും ബിയും സിയും ഉണ്ടെങ്കിൽ മാത്രം എന്ത് മതി? എയും സിയും മതി. അപ്പം അത് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം എയും ബിയും എന്ന് പറയുമ്പോൾ L1 L2 കൊടുക്കും. എയും ബിയും എടുത്തപ്പോൾ ഇനി ബിയും സിയും എടുത്തു. അപ്പോൾ എയും ബിയും ഉണ്ട്, ബിയും സിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? എയും സിയും വേണം. അപ്പോൾ L1 L2 ന് വാല്യൂ ഇത് വെച്ചോണ്ട് പറയാം. കാര്യം L1 L2 എന്ന് പറഞ്ഞാൽ L1 L2 ന് വാല്യൂ. അപ്പോൾ L1 L2 ഓക്കെ, അടുത്ത L3 അല്ലേ? ശരിയല്ലേ? അപ്പോൾ നമുക്ക് പറയാം, ഇതിൽ നമുക്ക് പറയാം which implies L1 is parallel to L2 and ഇതിൽ നമുക്ക് പറയാം L2 is parallel to L3. L1 L2 ന് വാല്യൂ ഓക്കെ, ഇത് വെച്ചുകൊണ്ട് നമുക്ക് പറയാം. ഓക്കെ, ഇത് വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു L2 is parallel to L3. അപ്പോൾ L1 L2 ന് വാല്യൂ, L2 ആർക്ക് വാല്യൂ? L3 വാല്യൂ. ഫസ്റ്റ് സെക്കൻഡ് വാല്യൂ, സെക്കൻഡ് തേർഡ് വാല്യൂ. സ്വയമായി ഫസ്റ്റ് തേർഡ് വാല്യൂ നമുക്ക് പറയാം which implies L1 is parallel to L3. എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം which implies L1, L3 belongs to Kappa. L1 L2 ന് വാല്യൂ എന്ന് പറയുമ്പോൾ L1 കോഡഡ് ബൈ L1, L2 belongs to Kappa. L2 is parallel to L3 എന്ന് പറഞ്ഞാൽ L2, L3 belongs to Kappa. ഇത് രണ്ടും വെച്ചുകൊണ്ട് നമ്മൾ കയ്യിൽ പടം നോക്കി നമ്മൾ പറഞ്ഞു L1 is parallel to L3 കോഡഡ് ബൈ L1, L3 belongs to Kappa. എയും ബിയും മെമ്പറാണ്, ബിയും സിയും മെമ്പറാണ്. അപ്പോൾ എയും സി എന്തായി മാറി? മെമ്പറായി മാറി. അപ്പോൾ എയും ബിയും ഉണ്ട്, ബിയും സിയും ഉണ്ട്. അങ്ങനെയാണെങ്കിലും ഇത് രണ്ടും ഉണ്ടെങ്കിൽ എന്തുണ്ടാവണം? എയും സിയും ഉണ്ടാവണം. അപ്പോൾ ഇത് രണ്ടും ഒക്കെ ഉണ്ട്. അത് രണ്ടും ഉണ്ടായപ്പോൾ എന്തുണ്ടായി? L1 L3 ഉണ്ടായി. അപ്പോൾ ഇത് നമുക്ക് പറയാം R is transitive. R is transitive. അപ്പം R is reflexive, symmetric and transitive. Hence R is a current relation. ഐഡിയ കിട്ടിയില്ല? സംഗതി വളരെ സിമ്പിളാണ്. ഒരു ഐഡിയ നോക്കിയാൽ മതി, നമുക്ക് ഇത് കാണാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്രേ ഉള്ളൂ. ലൈൻ്റെ കേസാണെങ്കിൽ പാരലാണ് കണ്ടീഷനെങ്കിൽ, പാരലാണ് റിലേഷനെങ്കിൽ അത് റിഫ്ലെക്സീവ് ആണ്, ഒരു സംശയം വേണ്ട. ട്രയാങ്കിളിൻ്റെ കേസ് വരുമ്പോൾ കോൺഗ്രുവൻ്റ് സിമിലറും ആണെങ്കിൽ ആ രണ്ട് കേസുകളിലും അതെന്താണ്? റിഫ്ലെക്സീവ് ആണ്. കാര്യം ഏതൊരു ട്രയാങ്കിൾ ആ ട്രയാങ്കിളിന് സിമിലറാണ്, അതുപോലെ ഏതൊരു ട്രയാങ്കിളും ആ ട്രയാങ്കിളിന് കോൺഗ്രുവൻ്റ് ആണ്. പിന്നെ ഈ പറയുന്ന കണ്ടീഷൻസ് എ ബി ഉണ്ടെങ്കിൽ മാത്രം ബിയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. എ ബിയും ബി സി ഉണ്ടെങ്കിൽ മാത്രം എന്തിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി? എ സിയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. കാര്യം ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ അത് ഉണ്ടെന്നുള്ള സങ്കല്പത്തിൽ തന്നെ പോവുകയും വേണം. മനസ്സിലായല്ലോ? ശരി. അടുത്തൊരു സിമ്പിൾ പ്രോബ്ലം. If a capital A is equal to what are you? ഈ പടം സൈഡ് വരച്ചിട്ടുണ്ട്. ഈ പടം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലിക്ക് ആവും. സൈഡിൽ പടം വെച്ചു. ഓക്കെ, ഒരു കാര്യം ഇതിന്റെ കൂടെ തന്നെ കണക്ട് ചെയ്ത് നമുക്ക് അടുത്തൊരു പ്രോബ്ലം ഉണ്ട്. പാരലൽ പെർപെൻഡിക്കുലർ എന്ന് പറയും. കുറിച്ചു കൺസിഡർ ദ റിലേഷൻ ക്യാപിറ്റൽ R is equal to consider the relation capital R is equal to set ordered pair L1, L2 such that consider the relation capital R is equal to set ordered pair L1, L2 such that L1 is perpendicular to L2. 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 Check whether perpendicular to check whether negative. ഒരു കോമ കൊടുത്തു, ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുത്തു. Here you go. Let capital L be the set of lines in a plane. Let capital L be the set of lines in a plane. Full stop.
check whether reflexive, comma symmetric and transitive. Check whether reflexive, symmetric and transitive. ഇതുപോലെ ഇവിടെ റിലേഷന് മാത്രം വ്യത്യാസമുണ്ട്. നേരത്തെ പാരലാണെങ്കിൽ പെർപെൻഡിക്കുലർ. അപ്പോൾ റിഫ്ലെക്സീവ് ആണോ എന്ന് വെച്ചാൽ L1 അതിൽ മെമ്പർ ആവണം, L2 മെമ്പർ ആവണം, ഈ റിലേഷൻ ഉണ്ടാവും. L3 ഉണ്ടാവും, L4 ഉണ്ടാവും, L5 ഉണ്ടാവും. L1 ഉണ്ടോ എന്ന് ചോദിച്ചാൽ L1 ഉണ്ട് എന്ന് പറയണമെങ്കിൽ L1 ഈസ് റിലേഷൻ പെർപെൻഡിക്കുലർ ആണ്. L1 പെർപെൻഡിക്കുലർ ആണ്. ഒരു ലൈൻ ഒരിക്കലും ഒരു ലൈൻ പെർപെൻഡിക്കുലർ അല്ല. പറയുന്ന സാധനം അസൽ പാരലൽ ആണെങ്കിൽ L1 ഈസ് പാരലൽ ടു L1 വരും. പക്ഷേ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ L1 ഈസ് നോട്ട് പെർപെൻഡിക്കുലർ ടു L1 എന്ന് പറഞ്ഞാൽ അർത്ഥം ഓർഡേർഡ് ബൈ L1 ഡസ് നോട്ട് ബിലോങ്സ് ടു ക്യാപിറ്റൽ. ഈ ഇതിലുള്ള മെമ്പർ അല്ല. L1 ഇതിലെ മെമ്പർ അല്ല എന്ന് പറഞ്ഞാൽ L2 ഇതിലെ മെമ്പർ അല്ല, L3 ഇതിലെ മെമ്പർ അല്ല, L4 മെമ്പർ അല്ല. അങ്ങനെ ഏത് ലൈൻ എടുത്താൽ ആ ലൈൻ പെട്ട് റിലേറ്റ് ചെയ്യുന്നില്ല. ഒരു ലൈൻ പോലും ആ ലൈന് പെർപെൻഡിക്കുലർ. അവിടെ റിലേഷൻ പെർപെൻഡിക്കുലർ എന്നാണ് റിലേഷൻ. ഒരിക്കലും ഒരു ലൈൻ ആ ലൈന് പെർപെൻഡിക്കുലർ ആവില്ല. അപ്പം നമുക്ക് പറയാം നോ ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സെൽഫ്. ഒരു ലൈൻ എന്തല്ല, ആ ലൈൻ പെർപെൻഡിക്കുലർ അല്ല. എവറി ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു ഈസ് നോട്ട് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സെൽഫ്. ഒരു ലൈൻ എന്തല്ല, ആ ലൈൻ പെർപെൻഡിക്കുലർ അല്ല. അപ്പോൾ നമുക്ക് എഴുതാം ആദ്യം റിഫ്ലെക്സിവിറ്റി പറയുന്നത് മനസ്സിലാവുന്നല്ലോ. റിഫ്ലെക്സിവിറ്റി ordered by L1, L1 does not member അല്ല, does not belongs to capital. ഈ റിലേഷനിലെ മെമ്പർ അല്ല. ഇത് മെമ്പർ ആയെങ്കിൽ മാത്രമേ റിഫ്ലെക്സീവ് ആവുള്ളൂ. ഇതിലെ മെമ്പർ ആണ് എന്ന് പറഞ്ഞാൽ L1 പോലെ തന്നെയാണ് L2 L3 L4 എല്ലാം അതുപോലെ വരും. അപ്പോൾ ഇത് ഇതിന്റെ മെമ്പർ അല്ല. ഇതിന്റെ മെമ്പർ അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞ റീസൺ എഴുതാം. എവറി ലൈൻ ഈസ് നോട്ട് പെർപെൻഡിക്കുലർ ഇറ്റ്സെൽഫ്. ഒരു ലൈൻ പോലും ആ ലൈൻ ഒന്നല്ല പെർപെൻഡിക്കുലർ അല്ല. So R is not reflexive. R എന്നല്ല റിഫ്ലെക്സീവ് അല്ല. ഇനി രണ്ടാമത്തെ കേസ് ഓർഡേർഡ് ബൈ L1, L2 ഇതിലെ മെമ്പർ ആണ് എന്ന് പറഞ്ഞാൽ ഇതിലെ മെമ്പർ ആണ് എന്ന് പറഞ്ഞാൽ L1 L2 മെമ്പർ ആണ് എന്ന് പറഞ്ഞാൽ L2 L1 മെമ്പർ ആണ് എങ്കിൽ മാത്രമേ എന്താവൂ. ഇത് ഉണ്ടെങ്കിൽ മറ്റൊന്നുണ്ടാവും. അപ്പോൾ ഇത് ഉണ്ട് എന്നാണ് നമ്മൾ കൊടുക്കാൻ. അപ്പോൾ L1 L2 മെമ്പർ ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതെന്ന് പറയാം L1 is perpendicular to L2. L1 L2 ന് perpendicular ആണ്. കണ്ടോ? ഇത് L1 ഇത് L2. അപ്പോൾ L1 L2 ന് perpendicular. L1 L2 ന് perpendicular ആണ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. L1 L2 ന് perpendicular ആണെന്ന് പറയുമ്പോൾ തിരിച്ചു പറയാം. ഇത് ഇതിന് perpendicular ഇത് തിരിച്ചു perpendicular അല്ലേ? Which implies L2 is perpendicular to L1. L1 L2 ന് perpendicular എന്ന് പറയുമ്പോൾ ഓർഡേർഡ് ബൈ L1, L2 ഇതിലെ മെമ്പർ ആണ് എന്ന് പറയുമ്പോൾ അടുത്ത L2 ഈസ് പെർപെൻഡിക്കുലർ L1 എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം which implies L2, L1 belongs to capital. അപ്പോൾ AB ഉണ്ട്, അതുപോലെ എന്തുണ്ട് BA ഉണ്ട്. അപ്പോൾ AB ഉണ്ട്, അങ്ങനെയാണെങ്കിൽ എന്തും പറയാം BA ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് സിമെട്രിക് ആണ്. R is symmetric. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുണ്ട് എന്നെടുത്തു, ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവണം, ഇതുകൊണ്ടാണ് തിരിച്ചുകൊണ്ടാണ്. അപ്പോൾ L1 L2 belongs to capital എന്ന് പറഞ്ഞാൽ അത് മീൻസ് ചെയ്യുന്നത് L1 is perpendicular to L2. L1 എന്ന് പറയുന്ന ലൈൻ L2 ന് പെർപെൻഡിക്കുലർ ആണ്. ഇനി പടത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ L1 L2 ന് പെർപെൻഡിക്കുലർ തിരിച്ച് L2 L1 ന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അതിന് നമുക്ക് പറയാം which implies L2 is perpendicular to L1. L2 is perpendicular to L1 എന്ന് പറഞ്ഞാൽ ordered by L2, L1 belongs to capital. ഇത് പറഞ്ഞാൽ ആ റിലേഷൻ മെമ്പർ ആണ്. അപ്പോൾ AB ഉണ്ട് BA ഉണ്ട്. AB ഉള്ളതുകൊണ്ട് BA ഉണ്ട്. അപ്പോൾ AB ഉണ്ട് BA ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം R is symmetric. മനസ്സിലായോ? R is symmetric. ഫ്ലെക്സീവ് അല്ല, സിമെട്രിക് ആണ്. അടുത്തത് ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യാം. ട്രാൻസിറ്റീവ് ആണോ നോക്കാം. ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ നമുക്ക് ആദ്യം രണ്ട് കേസുകൾ അല്ലേ? ഏതൊക്കെയാണ്? ഓർഡേർഡ് ബൈ L1, L2 belongs to capital and ഇതിൽ അടുത്തൊരു മെമ്പർ എടുക്കുന്നു L2, L3 belongs to capital. ഇതിലെ മെമ്പർ ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം L1 is perpendicular to L2 and ഇതിലെ മെമ്പർ ആണെന്ന് പറയുമ്പോൾ L2 is perpendicular to L3. L1 L2 ന് perpendicular. ഇനി L2 ആർക്ക് perpendicular? L1 ആണെങ്കിൽ പടഞ്ഞേണ്ട പ്രശ്നമില്ല. ഇത് L1 ഇത് L2 L1 L2 ന് perpendicular. ശരിയല്ലേ? L1 ആർക്ക് perpendicular? L2. തിരിച്ച് L2 ആർക്ക് perpendicular? L1.
ഇനി L2 is perpendicular to L3. L1 L2 perpendicular ആയി, L2 L3 perpendicular ആയി. ഓക്കെ, പക്ഷേ L1 L3 perpendicular ആവോ? ഇല്ല, പാരലൽ ആണ്. അപ്പോൾ നമുക്ക് പറയാം which implies L1 is not perpendicular to L3. പഠനങ്ങളില്ലേ നമ്മൾ അതനുസരിച്ച് L1 L2 perpendicular, തിരിച്ച് L2 L1 perpendicular ആണ്. ഇനി L2 L3 തിരിച്ചു വേണമെങ്കിൽ L3 എന്നാണ് L2 perpendicular. പക്ഷേ L1 L3 perpendicular ആവില്ല, രണ്ട് പാരലൽ ആണ്, രണ്ട് പാരലൽസ് ആണ്. അപ്പോൾ L1 is not perpendicular to L3 എന്ന് പറയുന്നത് അർത്ഥം ordered by L1, L3 does not belongs to capital R. ഇതും ആറിൽ നമ്പറാണ്, പക്ഷേ ഇതില്ല. ഇതില്ല എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും ഉണ്ട്, രണ്ടും ഒന്നും ഉണ്ട്. പക്ഷേ ഒന്ന് എന്ന് പറയുന്ന സാധനം ആ സെറ്റിൽ ഇല്ല എങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് ട്രാൻസിറ്റീവ് ആണെന്ന് പറയാൻ കഴിയില്ല. ഒന്നും രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഒന്നും ഉണ്ടാവേണ്ട ആവശ്യമുള്ളൂ. ഒന്നും ഒന്നും ഈ രണ്ടും ഒന്നും ഉണ്ടെങ്കിൽ മാത്രം ഒന്നിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ നമ്മൾ വെരിഫൈ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചേ പറ്റുള്ളൂ. ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഇതില്ല. അപ്പോൾ ഇതില്ല എന്ന് പറഞ്ഞാൽ എന്തില്ല, ആറ് ട്രാൻസിറ്റീവ് അല്ല. അപ്പം ഒറ്റ കേസ് മാത്രമേ ഇത് ഹോൾഡ് ചെയ്യുന്നുള്ളൂ, സിമെട്രിക് മാത്രമേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ, റിഫ്ലക്സീവ് അല്ല, ട്രാൻസിറ്റീവ് അല്ല. അപ്പം നമുക്ക് അവസാനം കുറിക്കാം, എങ്ങനെ കുറിക്കാം? ഹെൻസ് ആർ ഈസ് സിമെട്രിക് ബട്ട് നോട്ട് റിഫ്ലക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ്. അല്ലെങ്കിൽ ആർ ഈസ് എന്താണ്? സിമെട്രിക്. ആർ ഈസ് സിമെട്രിക് ബട്ട് നോട്ട് എന്താണ്? ബട്ട് നോട്ട് പക്ഷെ എന്തല്ല? റിഫ്ലക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ്. ചിലപ്പോൾ ഷോ ഞാൻ ചോദിക്കും, ഷോ ദാറ്റ് ആർ ഈസ് റിഫ്ലക്സീവ് ബട്ട് നോട്ട് സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. സോറി, റിഫ്ലക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ്. ഇതുപോലെ ഷോ ചോദിക്കും. ഓർത്ത് വയ്ക്കേണ്ട കാര്യത്തേ ഉള്ളൂ, ലൈൻ പാരലലിന്റെ കേസ് വരികയാണെങ്കിൽ അത് റിഫ്ലക്സീവ് ആണ്, റിഫ്ലക്സീവും ആണ്, സിമെട്രിക്കും ആണ്, ട്രാൻസിറ്റീവ് ആണ്. അതേസമയം പെർപെൻഡിക്കുലർ കേസ് വരെയാണെങ്കിൽ റിഫ്ലക്സിവിറ്റി അല്ല, അതുപോലെ ട്രാൻസിറ്റിവിറ്റി അല്ല, ഒള്ളി എന്ത് മാത്രമേ വരത്തുള്ളൂ? സിമെട്രിക് മാത്രമേ വരത്തുള്ളൂ. ഏകദേശം ഐഡിയ കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത പ്രോബ്ലം ഒരു സിമ്പിൾ കുഞ്ഞു പ്രോബ്ലം കുറിച്ചോളൂ. If capital A is equal to, set the symbol 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 A is equal to 1 2 3 4. Simple as 1 2 3 4. Control 1 2 3 4. Control. Find which of relations on A. Find which of relations on capital A are capital R. Find which of relations on capital A on capital are reflexive, symmetric and transitive. First relation R1 is equal to R1 is equal to R1. That relations of that. And R1 is equal to ordered pair 1 1 2 2 3 3 4 4 1 1 2 2 3 3 4 4. അടുത്ത രണ്ട് മെമ്പറുകളുണ്ട്. അടുത്ത മെമ്പർ 1 3 3 4 1 3 3 4 1 3 3 4 1 3 3 4 1 3 3 4. രണ്ടാമത്തെ റിലേഷൻ R2 സമ സെറ്റ് ഓർഡേർഡ് പെയർ 2 4 2 4 2 4 comma 4 2 4 4. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ഒന്ന് പെട്ടെന്ന് ചിന്തിച്ചത്. ഒന്നാമത്തെ കേസ് കണക്കാണ്, ഒന്നാമത്തെ എളുപ്പമാണ്. ഒന്നാമത്തത് ആദ്യത്തെ റിലേഷൻ റിഫ്ലക്സീവ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം.
റിഫ്ലക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട്. 1, 2, 3, 4. 1, 2, 3, 4 ആ എലമെന്റ്സ് ഉണ്ടെങ്കിൽ റിഫ്ലക്സീവ് ആണെങ്കിൽ എന്തൊക്കെ വരണം? 1, 1 വരണം, 2, 2 വരണം, 3, 3 വരണം, 4, 4. അത് വന്നിട്ട് പിന്നെ ബാക്കി ഏത് വന്നാലും പ്രശ്നമില്ല. 1 ഉണ്ട്, 2, 2 ഉണ്ട്, 3, 3 ഉണ്ട്, 4, 4. അപ്പോൾ ഇത് റിഫ്ലക്സീവ്. ഇത് 4 ഉണ്ട് റിഫ്ലക്സീവ്. ഇനി സിമെട്രിക് ആണെന്ന് വെച്ചാൽ അടുത്ത് നമ്മൾ നോക്കണം. ഡിഫറെന്റ് കേസാണ്. 1, 3 ഉണ്ട്. 1, 3 ഉണ്ടെങ്കിൽ എന്ത് വേണം? ഇത് ഇല്ലായിരുന്ന പ്രശ്നമില്ല. 1, 3 ഉണ്ട്. 1, 3 ഉണ്ടെങ്കിൽ എന്ത് വേണം? 3, 1 വേണം. 1, 3 ഉണ്ടെങ്കിൽ 3, 1 വേണം. 3, 4 ഉണ്ടെങ്കിൽ 4, 3 വേണം. പക്ഷെ ഇത് രണ്ടും ഇല്ലായിരുന്നെങ്കിൽ ഇത് സിമെട്രിക് ആയിരുന്നു. പക്ഷെ 1, 3 ഉണ്ട്, പക്ഷെ എന്തില്ല? 3, 1 ഇല്ല. അതുകൊണ്ട് സിമെട്രിക് അല്ല. ഇനി 1, 3 ഉണ്ട്, 3, 4 ഉണ്ട്. 1, 3, 3, 4 ഉള്ള സ്ഥിതിക്ക് 1, 4 വേണം. ഇത് രണ്ടും ഇല്ലായിരുന്നെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ലായിരുന്നു. പക്ഷെ 1, 3, 3, 4 ഉള്ളതുകൊണ്ട് എന്ത് വേണം? 1, 4 വേണം. അപ്പോൾ അതുകൊണ്ട് അതൊന്നല്ല, ട്രാൻസിറ്റീവ് അല്ല, ഓൺലി റിഫ്ലക്സീവ്. അപ്പോൾ റിഫ്ലക്സീവ് ആണ്, പക്ഷെ എന്തല്ല? സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവ് അല്ല. നമുക്ക് പറയാം, എന്താ പറയാം? R1 ഈസ് റിഫ്ലക്സീവ് ബട്ട് നോട്ട് സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. മനസ്സിലായല്ലോ? അടുത്ത രണ്ടാമത്തെ പ്രോബ്ലത്തിൽ 2, 4, 4, 2. ഈ R2 എന്ന് പറഞ്ഞാൽ എയുടെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. ഇത് റിഫ്ലക്സീവ് ആണെങ്കിൽ 1, 1 വേണം, 2, 2 വേണം, 3, 3 വേണം, 4, 4 വേണം. അല്ല ഉണ്ടോ? അപ്പോൾ R ഈസ് നോട്ട് റിഫ്ലക്സീവ്. ഇനി 2, 4 ഉണ്ട്. 2, 4 ഉണ്ടെങ്കിൽ എന്ത് വേണം? 4, 2 വേണം. ഓക്കെ, അപ്പോൾ സിമെട്രിക് ആണ്. ഇനി 2, 4 ഉം 4, 2 ഉണ്ടെങ്കിൽ എന്ത് വേണം? 2, 2 ഉണ്ടെങ്കിൽ മാത്രമേ ട്രാൻസിറ്റീവ് ആകത്തുള്ളൂ. അപ്പോൾ ഇത് റിഫ്ലക്സീവ് അല്ല, ട്രാൻസിറ്റീവ് അല്ല, ഒള്ളി എന്ത് മാത്രം? സിമെട്രിക്. അത്രയാണ്. ഏകദേശം ഐഡിയ കിട്ടി കാണുന്ന വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് തന്നെ വീട്ടിൽ പോയിരുന്ന് നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഡെഫിനിഷൻസും ഐഡിയാസും മനസ്സിലാക്കണം. വീണ്ടും ഒന്നുകൂടെ പറയുന്നു, ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കുക. ഒരുപാട് ടെൻഷൻ പിന്നെ അധിക ചിന്ത വേണ്ട. റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ എത്ര എലമെന്റ് ഉണ്ടോ അതിനെല്ലാം റിഫ്ലക്ഷൻ ഉണ്ടാവണം. സിമെട്രിക് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ റിഫ്ലക്ഷൻ, ഒന്നിന് രണ്ടുമായിട്ട് റിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ, ആ സെറ്റ് ഉണ്ടെങ്കിൽ മാത്രം രണ്ടിനും ഒന്നിനെ കുറിച്ച് ചിന്തിക്കാൻ മതി. 1, 2 ഉണ്ടെങ്കിൽ രണ്ടിനും ഒന്നുമായിട്ട് വേണം. 1, 2 ഇല്ലെങ്കിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനി 1, 2 അല്ലെങ്കിൽ 1, 2, 2, 3 1, 2, 2, 3 ഉണ്ടെങ്കിൽ മാത്രം 1, 3നെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ട്രാൻസിറ്റീവ് ആകത്തുള്ളൂ. ഓക്കെ, റിഫ്ലക്സീവായി സിമെട്രിക് ആയി ട്രാൻസിറ്റീവ്. ഓക്കെ.